യെസ്, ഈ വ്യാഴാഴ്ച ഈ ഒരു വാരത്തിൽ ഇറങ്ങിയ മലയാളത്തിൽ നിന്നുള്ള നസ്ലിൻ്റെ സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഇതിൻ്റെ കൂടെ ഇറങ്ങിയതാണ് ഹോളിവുഡിലെ ഹീ മാൻ എന്ന് പറയുന്ന പടം. മോളിവുഡ് ടൈംസിന് എല്ലാവരും പോസിറ്റീവ് റിവ്യൂസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വെറൈറ്റി ഒരു സിനിമയൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നൗ ബുക്ക് മൈ ഷോയിൽ 9.5 റേറ്റിങ്ങോളം എത്തുന്ന ഏക സിനിമയാണ് ഇപ്പോഴത്തെ ഈ വാരത്തിൽ ഓടുന്ന സിനിമയാണ് മോളിവുഡ് ടൈംസ്. നൗ ഇതിൽ ഷറാഫുദ്ദീൻ, നസ്ലിൻ തന്നെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്റ്റോറി ലൈൻ റിവോൾവ് ചെയ്യുന്നത് നമ്മുടെ ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ പോലെ നമ്മുടെ സിനിമ ഇൻഡസ്ട്രി ബിഹൈൻഡ് ദ കേർട്ടൻസ് നടക്കുന്ന ചില കാര്യങ്ങൾ. അതായത് ഒരു വ്യക്തിക്ക് ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു, ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു, അവർ അഭിമുഖീകരിക്കേണ്ട ചില പ്രശ്നങ്ങൾ, ഹേർഡിൽസ്, അത് നല്ല രസകരമായിട്ടും സെൻറ്റിമെൻ്റലായിട്ടും ഈ ഒരു സിനിമ നല്ല രീതിയിൽ പറയുന്നുണ്ട്. റിവ്യൂസിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഫസ്റ്റ് ഹാഫാണ് എല്ലാവരും കൂടുതലും പറയുന്നത്, ഇതാണ് കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു അവരങ്ങനെയല്ല സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിച്ചത് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ ഉള്ള ഒരു പരാതി മാത്രമേ റിവ്യൂസിൽ ഞാൻ വായിച്ച് അറിഞ്ഞുള്ളൂ. നോ, ഇതിൻ്റെ ഒരു സമ്മറി ഞാൻ പറഞ്ഞുതരാം. എ യങ് ആസ്പയറിംഗ് ഫിലിം മേക്കർ ഡ്രീംസ് ഓഫ് ബിക്കമിങ് മലയാളം സിനിമാസ് greatest horror director, determined to save the industry despite his father's warning about the limitations of their film worlds. വാണിംഗ് കിട്ടിയിട്ടും പക്ഷേ എൻ്റെ പിന്നാലെ ഓടുകയാണ്, എനിക്ക് ഡയറക്ടറാക്കിയേ അടങ്ങൂ എന്നുള്ള വാശിയിൽ. അപ്പോൾ അതുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും നൂലാമാലകളാണ് സിനിമയിലെ അതിവൃത്തം. നൗ ഇൻട്രസ്റ്റ് ഭാഗം തുടക്കത്തിൽ പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ഭാഗം എന്ന് പറയുന്നത് ഈ സിനിമയിൽ വരുന്ന ക്യാമിയോ റോൾസാണ്. ബേസിൽ ജോസഫും പിന്നെ വിനീത് ശ്രീനിവാസനും കൂടി ചെയ്യുന്ന 2 ക്യാമിയോ റോൾസ് ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. ഏത് സിനിമയുടെ ആണെന്ന് ഞാൻ പറയുന്നില്ല, അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പോയിലേഴ്സ് ആയാലും. കക്ഷി രണ്ടുപേരും വരുന്നുണ്ട്. ആ ഒരു തീരെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ രണ്ടുപേരും കയറി വരുന്നത് തന്നെ. അത് കാണുമ്പോൾ ഒരു ഊർജ്ജവും ഉണ്ട്, ലൈക്ക് ഒരു പ്രത്യേക സുഖമാണ് ക്യാമിയോ റോൾസ് വരുമ്പോൾ. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് എപ്പോഴും കിട്ടാറുണ്ട്. സോ പടം കാണാൻ കൊള്ളാം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല അഭിനയം, നല്ല കഥ, ഒട്ടുമിക്ക പേർക്കും അത് തന്നെയാണ് വൺ ടൈം വാച്ചബിൾ എന്നാണ് എല്ലാവരും പറയുന്നത്. നോട്ട് എവറി മൺസ് കപ്പ് ഓഫ് ടീ എന്നും പറയുന്നുണ്ട്. കാരണം ഇതിലുപയോഗിക്കുന്ന ലാംഗ്വേജിലെ ചില ഫൗൾ പദാർത്ഥങ്ങളൊക്കെ ഉണ്ട്. അത് ചിലവർക്കും പിടിച്ചെന്ന് വരത്തില്ല, എന്തുകൊണ്ട് സിനിമയിൽ അങ്ങനത്തെ ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളത്. പക്ഷേ ഈ ഒരു കഥയ്ക്ക് അത് അത്യാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഷറാഫുദ്ദീൻ, നസ്ലീൻ, രാജേഷ് മാധവ്, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ചന്തു, അൽതാഫ്, അലക്സാണ്ടർ പ്രശാന്തൊക്കെ അടിപൊളിയാണ്, കൊള്ളാം. ഡയറക്ടർ ബൈ അഭിനവ് സുന്ദർ നായിക്, റൈറ്റേഴ്സ് അഭിനവ് സുന്ദർ നായിക് തന്നെയാണ്. പിന്നെ രാമു സുനി, രണ്ടുപേരും കൂടിയിട്ടാണ് കഥ എഴുതിയിരിക്കുന്നത്. സോ സംഭവം അടിപൊളി തന്നെയാണ്. ഞാനിപ്പോൾ ഒരു ഒറ്റ റിവ്യൂ വായിച്ചു തരാം. ആൻ ഇൻട്രൂഗിങ് കമ്മിങ് ഓഫ് ഏജ്, ഡാർക്ക് ഹ്യൂമർ. യെസ്, ഡാർക്ക് ഹ്യൂമർ ഉണ്ട് ഇതിൽ. എൻ്റർടൈനർ ദാറ്റ് സ്റ്റാൻഡ്സ് ഔട്ട് വിത്ത് ഇറ്റ്സ് മേക്കിംഗ് സ്റ്റൈൽ ആൻഡ് ഐഡിയോളജീസ്. The plot of the story follows a young boy aiming to be the best horror filmmaker, obsessed with the perfection and authenticity, finding it difficult to accept the importance of luck and destiny for survival in the film industry. പക്ഷേ ഒരു ഹൊറർ സിനിമ പിടിക്കാൻ പോവുകയാണ്, പക്ഷെ അതുണ്ടാവുന്ന ചില ഘടകങ്ങൾ. Abhinav has effortlessly maintained the trust that he gained from his debut direction by giving an incredible story plot by Ramu Sunil, evidently reflecting the director's self-persona and political ideology, blah 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 blah. But അഭിനവിനെയാണ്, ഡയറക്ടറിനെയും കഥാകൃത്തിനെയാണ് കൂടുതൽ അങ്ങോട്ട് പൊക്കുന്നത്. ഫാൻറ്റബിളസ് പെർഫോമൻസ് ബൈ നസ്ലിൻ വിത്ത് ഹിസ് ഷാർപ്പ് അൺപാരലിംഗ് പോർഷൻസ്, അവിടെയും നസ്ലിനെ പൊക്കുന്നുണ്ട്. ഹാറ്റ്സ് ഓഫ് ദി ടെക്നിക്കൽ ടീമിനും പൊക്കുന്നുണ്ട്. A sure green signal for the ones who loved മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. ക്യാമിയോ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഐ ക്യാൻ വാച്ച് ദിസ് വെൽ, ഡെഫിനറ്റ്ലി ഇൻഡൽജ് യു ഇൻ ഓൾ സെൻസസ്. Distinct entertainment that will keep you ponder over the thought on creative arena and may not be everyone's cup of tea. അടിവര, നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, പക്ഷേ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് ഒട്ടുമിക്ക റിവ്യൂസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, ഇറ്റ്സ് അപ് ടു യു, കാണണോ വേണ്ടോ എന്നുള്ളത്. എൻ്റെ അഭിപ്രായം നിങ്ങൾ പോയി കാണാമെന്നുള്ളത് തന്നെയാണ്. എനിക്ക് ആ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ, ആ ഒരു ക്ലാസിക് പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ കാണണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഐ വെൻ്റ് ആൻഡ് വാച്ച് ഇറ്റ്. എൻ്റെ അഭിപ്രായം, ദിസ് ഈസ് ഓൾസോ വൺ ടൈം വാച്ചബിൾ മൂവി.
ആൻഡ് ദിസ് ക്യാൻ ബി എവരി വൺസ് കപ്പ് ഓഫ് ടീ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. മോളിവുഡ് നോ, ഏത് തരം സിനിമകളും ഇവിടെ ഓടും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത റിവ്യൂ നമുക്ക് കാണാം.